പാർട്ടി സംഘടനാ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമെന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയതായിട്ടുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു വിമർശനം ഇതാണ്: ജനങ്ങളെ പാർട്ടിക്ക് പിന്നിൽ അണിനിരത്തുന്നതിന് പകരം വ്യക്തിക്ക് പിന്നിൽ അണിനിരത്താൻ ശ്രമം. CPIM പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം. റിപ്പോർട്ടർ ചാനൽ കണ്ട ഒരു വാർത്തയുടെ ശകലമാണ്. CPMന്റെ പ്രവർത്തന റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയേണ്ടി വരികയാണ്. എന്തുകൊണ്ട് പറയുന്നു എന്നാൽ, പലയിടങ്ങളിൽ നിന്നും അണികളായിട്ടുള്ളവരുടെ പരാതികൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പലരും വിളിച്ച് പല കാര്യങ്ങളും പാർട്ടി നേതാക്കന്മാരോട് പങ്കുവയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ഇടതുപക്ഷ വീഡിയോ ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് പങ്കുവച്ച അനുഭവങ്ങൾ ഒരുപാട് കേൾക്കാനിടയായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപെടൽ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു വ്യക്തിയാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ അത് തള്ളിക്കളയാമായിരുന്നു. പക്ഷേ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന പലരുടെയും ഭാഗത്തു നിന്ന് ഇത്തരമൊരു വിമർശനം അല്ലെങ്കിൽ ഇത്തരമൊരു ആശങ്ക, ആകുലത പറയുന്നത് കേൾക്കാനിടയായി. ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനം പൂർത്തീകരിക്കുമ്പോൾ പലയിടങ്ങളിലും ചർച്ചകൾ പോലും നടന്നിട്ടില്ല. ചില നേതാക്കന്മാർ സ്വയം പാർട്ടിയായി മാറുന്നു. അവർ പലരെയും ഈ പാർട്ടിയിലേക്ക് കെട്ടിയിറക്കുന്ന അവസ്ഥയുണ്ട് എന്നുള്ള വിമർശനം ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെ സംബന്ധിച്ച് നേതൃത്വം പരിശോധിക്കേണ്ടതും ഇടപെടൽ നടത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ്. തലസ്ഥാനത്ത് നിന്നാണ് പല പരാതികളും കേട്ടത്. ഗ്രൂപ്പുകൾ സജീവമാണ്. അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താൻ വേണ്ടി അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന നേതാക്കന്മാരുടെ പിന്നിലേക്ക് ആൾക്കാരെ അണിനിരത്താനും ആ ശക്തി വെച്ചിട്ട് വീണ്ടും പാർട്ടി പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ ചിലയിടങ്ങളിൽ ശക്തമായി മുന്നേറുന്നുണ്ട്. തിരുവനന്തപുരത്തെ ചില മുതിർന്ന നേതാക്കന്മാർ ഇതിൻ്റെ ഭാഗമെന്നാണ് വിമർശനമുയർന്നിട്ടുള്ളത്. അത് നേതൃത്വത്തിൻ്റെ തലത്തിൽ പ്രവർത്തന റിപ്പോർട്ട് എന്ന നിലയ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇടപെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചിലരുടെ ഉള്ളിൽ വലതുപക്ഷ രാഷ്ട്രീയം കടന്നുകൂടിയോ എന്നുള്ള സംശയമുണ്ട്. അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ അധികാര കേന്ദ്രങ്ങൾ എല്ലാ കാലത്തും ഊട്ടി ഉറപ്പിക്കുക, അല്ലെങ്കിൽ ഞാനാണ് പാർട്ടി എന്ന മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാലത്തും അത് എൻ്റെ കീഴിൽ നിൽക്കണമെന്നുള്ള ചിന്തയുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെയൊക്കെ മുളയിലെ നുള്ളേണ്ടത് ആവശ്യം തന്നെയാണ്. അത് സംഘടനയുടെ മുന്നോട്ട് പോക്കിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള തീരുമാനവുമായിരിക്കും. പല അർഹതപ്പെട്ടവരെയും വെട്ടി നിരത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. കാര്യം ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കാത്തത് കൊണ്ട്. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കപ്പുറം നേതാക്കന്മാരുടെ സംതൃപ്തിയാണ് കമ്മിറ്റികളിലെത്താൻ വേണ്ട യോഗ്യതയെന്നും പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. മാധ്യമ വിമർശനങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല. സംഘടനാ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച സംഘാടന മികവുള്ളവരെയാണ് പാർട്ടിയിലേക്ക് അണിനിരത്തേണ്ടത്. അല്ലാതെ സ്വന്തം വത്സല പുത്രന്മാരെയല്ല. അങ്ങനെയുള്ള വത്സല പുത്രന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് കഴിവും മികവുമുള്ളവരെ വെട്ടി ഒതുക്കുന്നുണ്ട് എന്നുള്ള പരാതികൾ ശക്തമാകുമ്പോൾ പലയിടങ്ങളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലൊക്കെ വേണ്ടത്ര ചർച്ച ചെയ്യാതെ നേതാവ് തന്നെ നേരിട്ട് കുറേ പേരുകൾ അങ്ങ് നിർദ്ദേശിക്കുന്നു. അതിനെ സംബന്ധിച്ച് അംഗീകരിച്ചുകൊണ്ട് തീരുമാനം പാസാക്കുക മാത്രമാണ് പലയിടങ്ങളിലും കമ്മിറ്റികൾക്ക് ചെയ്യേണ്ടി വന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള ഏരിയ കമ്മിറ്റികളിൽ വരെ ഇത്തരം ഇടപെടൽ നടന്നു എന്നുള്ള വളരെ ശക്തമായ വിമർശനങ്ങൾ കേൾക്കാനിടയായി. ഇവിടത്തെ മുതിർന്ന നേതാക്കന്മാർക്ക് പാർട്ടിയേക്കാൾ വലുത് താനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വിമർശനം അത് നേതൃത്വത്തിലുള്ളവർ തിരിച്ചറിയേണ്ടതാണ്. അത്തരം ധിക്കാരങ്ങളും ധാർഷ്ട്യങ്ങളെല്ലാം ഈ പ്രസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലാത്തത് തന്നെ. പ്രവർത്തന റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും മികച്ച സന്ദർഭത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അത്തരം ഇടപെടലുകൾ ആവശ്യമാണ്. നേതാക്കന്മാർ സ്വയം പാർട്ടി ചമയുന്നുണ്ടെങ്കിൽ ആ നേതാവിനെ തന്നെ പുറത്തേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നതാണ് ഈ സംഘടനയ്ക്കുള്ളിൽ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി പ്രവർത്തകരുണ്ടാകുന്നത്. ആ പ്രവർത്തകരെ ഒന്നടങ്കം ചവിട്ടി മെതിച്ചുകൊണ്ട് അവർക്ക് ഒരു വില കൽപ്പിക്കാതെ ഞാനാണ് എന്ന ഭാവമുള്ളവരെല്ലാം ഈ സംഘടനയ്ക്ക് വരും കാലങ്ങളിൽ ഒരു ബാധ്യതയാണ്. തുടർഭരണം ഈ പാർട്ടിക്ക് ലഭിച്ചത് ചരിത്ര നേട്ടമാണ്. പക്ഷേ അത് ഒരു അവസരമാക്കി ചിലർ കണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെ മനോഭാവങ്ങളിൽ നിന്ന് ഒരിഞ്ച് മാറാതെ ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങളെ ഇതിലേക്ക് ആകർഷിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാതെ ഇഷ്ടതോഴന്മാരെയൊക്കെ ഇതിനകത്ത് കുത്തിനിറച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നിർജീവമാക്കാനുള്ള അത്തരം ഇടപെടലുകൾ അതിനെ ശക്തമായി നേരിടേണ്ടതുണ്ട്. അത് ശക്തമായി ഈ സന്ദർഭത്തിൽ നേരിട്ടില്ലെങ്കിൽ നാളുകളിൽ അതിന് വൻ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. CPM പ്രവർത്തന റിപ്പോർട്ട് പ്രകാരം അത്തരം ഇടപെടലുകൾ അനിവാര്യമാണ്. ഏറ്റവും വേഗത്തിലും ഏറ്റവും ശക്തമായും ആ വിഷയത്തിൽ ഇടപെടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും പറയേണ്ടി വരികയാണ്.